ഡമാസ്കസിലെ ക്രൈസ്തവ ദേവാലയത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹരി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഹരി, എന്താണ് സംഭവിച്ചത്? സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലാണ് ഇപ്പോൾ ചാവേർ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതായത് മാർ ഏലിയാസ് പള്ളിയിൽ കുർബാന നടക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. 15 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. 30ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം ആഭ്യന്തര മന്ത്രാലയം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ISIS ആണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് സിറിയയിൽ ചാവേർ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മുൻപ് ബഷർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കി വിമതർ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചാവേർ ആക്രമണം സിറിയയിൽ ഉണ്ടാകുന്നത്. ഈ കുർബാന നടക്കുന്നതിനിടയിലേക്കാണ് ഈ ചാവേർ കടന്നു ചെല്ലുകയും അവിടെ വെച്ച് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു ചാവേർ എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെൽ സാന്നിധ്യമുണ്ടെന്നുള്ള ആശങ്കകളാണ് ഇതോടുകൂടി ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് നേരെ ഇത്തരത്തിൽ വെടിയുതിർത്തതിന് ശേഷം സ്വയം പൊട്ടിത്തെറിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ബാക്കി കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം ഏറ്റവും ഒടുവിലായി പറയുന്നത്. എന്തായാലും IS ആണ് എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകുന്നുണ്ട്. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.